ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പപ്പായ തൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 തൈ കിട്ടിയിട്ടുണ്ട്. എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം പപ്പായ എന്ന് പറഞ്ഞാൽ അത്രയും അതിൻ്റെ ലീഫും കായും ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽത്തി ആയതാണ് അല്ലേ. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഒക്കെ പറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ തൈകളൊക്കെ കുറച്ച് നട്ട് കൊടുത്താലേ നമുക്ക് അതിൽ കായ കിട്ടുള്ളൂ. ഒരു തൈ ഇവിടെ ഉണ്ട് കേട്ടോ, അതിൽ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇപ്പോൾ മഴയായിട്ട് കായൊന്നും വല്ലാതെ കാണുന്നില്ല. അതിന് ശേഷം ഞാൻ കുറച്ച് ചിരങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വറുത്തരച്ച് അടിപൊളി ഒരു ചിരങ്ങക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പഴയ കാലത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിരുന്നു. നമ്മൾ എന്താ പറയുക, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ചിരങ്ങക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയും ടേസ്റ്റാണത്. ബീഫും ചിക്കനൊക്കെ മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി എല്ലാം കൂടി വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കുറേശ്ശെ കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തക്കാളി കൂടെ ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുകയാണ്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ചിരങ്ങയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചിരങ്ങ കിട്ടിയതുപോലെ ഉണ്ടാക്കി നോക്കി. ഇതിലേക്ക് ഉള്ളി വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ, വെറുതെ അങ്ങ്. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചക്ക ഇവിടെ ഉണ്ട് ഏറ്റവും മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കൂടുതൽ കൂട്ടാൻ വെക്കാനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ അടിയിലേക്കൊന്ന് വീണിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, വലിയൊരു ചക്ക തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പുളിപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ പഴുത്തിട്ടൊന്നുമില്ല എങ്കിലും. അപ്പോൾ അതിലേക്ക് കുറച്ചധികം മുളക് പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. തേങ്ങയൊന്നും അരക്കാതെയാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് നന്നായി വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കുകയാണ്. ചെറിയൊരു മധുരം ഉണ്ടെങ്കിലും അപ്പോൾ അതിൻ്റെ എരിവും കൂടെ കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ നമ്മളെ ചക്ക അടിപൊളിയായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല മണം വരുന്നുണ്ട്, അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം കുറച്ച് പഴത്തൊലിയും കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തു. കുറച്ച് ദിവസമായി ഒന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. നിറയെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയ കായൊക്കെ നന്നായി വലിപ്പം കിട്ടാൻ പഴത്തൊലിയും കഞ്ഞിവെള്ളം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിക്കണമെന്ന് വിചാരിച്ചു, അതൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഓരോ ചെറിയ പീസാക്കിയിട്ട് ഒരു ചോട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു പാടത്തേക്ക് പോയിക്കാൻ കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ വെള്ളമൊക്കെ കയറിയൊരു ഭാഗമായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ. ഒക്കെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തോട് കാണുമ്പോൾ ഒരുപാട് കഥകൾ പറയാനുണ്ടല്ലേ. വെള്ളം കാണുമ്പോൾ എന്തോന്നറിയില്ല, ഒരു പഴയ ഓർമ്മയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനിയൊരു ദുരന്തം ഇല്ലാതിരിക്കട്ടെ എന്ന് അകമഴിഞ്ഞ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.